തെയ്യങ്ങളിൽ യഥാർത്ഥത്തിൽ മുക്രി തെയ്യമുണ്ട്. മുക്രി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ തെയ്യമായി കെട്ടി ആരാധിക്കുക, മുക്രി തെയ്യം. ഈ മറ്റ് തെയ്യങ്ങളൊക്കെ അരുളി ചെയ്യും, ഗുണം വരണേ ഗുണം വരണേ എന്ന് പറഞ്ഞിട്ട് അരുളി ചെയ്യും. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാം, തെയ്യത്തോട് പറയാം. മനുഷ്യൻ തന്നെ തെയ്യമായിട്ട് മാറുകയാണല്ലോ, മനുഷ്യൻ തന്നെ ദൈവമായിട്ട് മാറുകയാണല്ലോ തെയ്യങ്ങളിലൂടെ കാണുന്നത്. ഞാൻ തന്നെ ചെറുപ്പത്തിൽ മുത്തപ്പന്റെ പരികർമ്മിയായിരുന്നല്ലോ. എന്റെ തറവാട്ടില് മുത്തപ്പനുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് നടന്നത് ഇവിടെ നവകേരള ശില്പിയാണെന്ന് ആവാൻ ശ്രമിക്കുന്ന VD സതീശൻ വളരെ നിഷ്കളങ്കമായി ഞാൻ എന്റെ അച്ഛന്റെ പേര് കൂട്ടി ഒരു സത്യപ്രതിജ്ഞ ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഭയങ്കര നിഷ്കളങ്കാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. പക്ഷെ നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം വടശ്ശേരി ദാമോദരൻ മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സതീശൻ മേനോനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ജാതി സ്വത്വത്തെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് അത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാവും. ജരാജേട്ട, ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോ ഒരു ഇരുട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു, പല സമയത്തൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ ജയരാജേട്ടനെ കാണുമ്പോ പിന്നെ ചോദ്യത്തിലെ പ്രകോപനം കൊണ്ടോ ചിലപ്പോ ചാനൽ ചർച്ചയൊക്കെ CPM-കാര് ബഹിഷ്കരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ ചോദ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതിപ്പോ ചർച്ച ബഹിഷ്കരിച്ചു പോയതാണോ എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് കറണ്ട് പോയതാന്ന് മനസ്സിലായത്. അപ്പൊ പവർ കട്ട് വീണ്ടും തിരിച്ചു വന്നോ? വന്നു. പവർ കട്ട് തിരിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ലൈറ്റ് ഓഫ് ആയത്. ചോദ്യങ്ങള് മാധ്യമ പ്രതിനിധികൾ പറഞ്ഞ പോലെ കൊസറാക്കുള്ളികൾ ആവശ്യമില്ല. അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ നമുക്ക് നിലപാട്. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ച എന്റെ ഇതൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ BJP-നെ പ്രതിരോധിക്കുന്നതിൽ നമ്മള് കുറച്ച് പുറകോട്ടാണോ പരാജയപ്പെടുന്നോന്നായിരുന്നു. ഞാൻ ലാസ്റ്റ് കറണ്ട് പോകുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അപ്പൊ BJP തിരുവനന്തപുരം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക, അവരെ പ്രതിരോധിക്കാനുള്ള കുറെ ശ്രമം നടത്തും ചെയ്യേണ്ടതാണല്ലോ. എന്നിട്ടാണല്ലോ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർ വീണ്ടും 3 സീറ്റ് പിടിച്ചു. അപ്പൊ നമ്മൾ ഇവരെ നേരിടുന്നതിൽ പരാജയപ്പെട്ടോന്നായിരുന്നു എന്റെ ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് ഇന്നലെ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. ഒന്ന്, രാജ്യത്തിലെ തീവ്ര വലതുപക്ഷ കക്ഷി എന്ന നിലക്ക് BJP കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് പലതരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതിന്റെ നട്ടലായി പ്രവർത്തിക്കുന്ന RSS ആണല്ലോ. അപ്പൊ അതിന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ സ്വാധീനം നേടാനുള്ള പല പരിശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ പരിശ്രമങ്ങളൊന്നും വേണ്ടത്ര വിജയം കാണാതെ പോയത്. കേരളത്തിൽ എന്താ അവർ ചെയ്യുന്നത് ശരിക്ക്? അല്ല, കേരളത്തിൽ നേരത്തെ അതിപ്പോ എന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. RSSന്റെ പഴയ പ്രചാരകനായിരുന്ന P. മാധവൻ എഴുതിയിട്ടുള്ള ക്ഷേത്ര ചൈതന്യ രഹസ്യം, ആ പുസ്തകം വളരെ വിശദമായിട്ട് ഇതിനകത്ത് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ക്ഷേത്ര ചൈതന്യം ആളുകളെ ബോധ്യപ്പെടുത്താനല്ല പുസ്തകം എഴുതിയത് എന്ന് വ്യക്തമാണ്. ആ പുസ്തകം എഴുതിയത് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്. ഇപ്പൊ കേരളത്തിലെ ഈ ക്ഷേത്ര വിശ്വാസികൾക്കിടയിൽ ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി മാതൃസമിതികളുണ്ട്, എത്തുന്ന സ്ത്രീകളുടെ സമിതികൾ. ആ മാതൃസമിതിയുടെ സംഘാടനം വന്നത് ഈ പുസ്തകത്തിലെ പ്രയോഗത്തിന് ശേഷം. ആ പുസ്തകത്തിലെ നിർദ്ദേശത്തെ സംഘപരിവാർ പ്രയോഗിച്ചു. അത് പ്രത്യക്ഷമായിട്ട് ഇത് RSSന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്ര വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്. അവരുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘടനാ രൂപം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയത്. സംഗതി മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ഒരു സംഘടനാടിസ്ഥാനത്തിൽ കൊണ്ടുവരിക, സ്ത്രീകളെ അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുക, എന്നിട്ട് ആ ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഉപയോഗിച്ചുകൊണ്ട് RSSന്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുക. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഞാൻ ആ പുസ്തകത്തെ വിമർശനപരമായി പരിശോധിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത സംഘടനകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കി സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ പങ്കുവെപ്പിച്ച് അതിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തള്ളിവിടുക അല്ലെ ഈ രാഷ്ട്രീയത്തിന്റെ? തീർച്ചയായിട്ടും അതൊരു ഫാസിസ്റ്റ് മോഡലിലാണ്. കാരണം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ പ്രവർത്തന ശൈലി സുനിതയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ മെമ്പർമാര്, അതിനൊരു സെക്രട്ടറി, ലോക്കൽ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി, അതിനൊരു സെക്രട്ടറി, ഏരിയ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി, അതിന് സെക്രട്ടറി. ഇവരെല്ലാം സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷമാണ്.
ഉം. ആ പിന്നെ ആ പ്രത്യക്ഷമായിട്ടുള്ള നിലയിലുള്ള പ്രവർത്തനമല്ലല്ലോ RSS നടത്തുന്നത്. ഉം. ഇപ്പൊ RSSന്റെ പ്രചാരകന്മാർ ഉം. കേരളത്തില് ഓരോ മേഖലയിലും ആരാണ് എന്നതിന് ഉം. പൊതുസമൂഹം അറിയുന്നില്ലല്ലോ. കാരണം അത് കൃത്യമായിട്ട് സ്ഥലം മാറ്റിയുള്ള ഒരു നിയമനമാണ്. രഹസ്യമായിട്ടാണ് അവരുടെ പ്രവർത്തനം. ഉം. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സ്വദേശിയെ കണ്ണൂരിലെ പയ്യന്നൂരിൽ നിയോഗിക്കുക. ഉം. അപ്പൊ അവിടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത് ഈ പ്രചാരക്കാണ്. പ്രചാരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. മോദി പോലും പഴയ ഒരു പ്രചാരകനായിരുന്നല്ലോ. ഉം. അപ്പോ പ്രചാരകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തിരശീലക്ക് പിന്നിലിരുന്നു കൊണ്ടുള്ള പ്രവർത്തനം, ഉം. അതിന് പേരിടുന്നത് സാംസ്കാരിക പ്രവർത്തനം എന്നതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാനും മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കി മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഉം. ഞാൻ നേരത്തെ പറഞ്ഞ പേര് ഉം. ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മാധവജി എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ ക്ഷേത്രചൈതന്യ രഹസ്യത്തിൽ ഈ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഘടന ഉണ്ടാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഉം. അപ്പൊ അവിടെ തന്ത്രിമാരായിരിക്കണം, അത് ബ്രാഹ്മണന്മാരായിരിക്കണം. ഉം. എന്നാൽ ബ്രാഹ്മണേതര ആരാധനാലയങ്ങൾ കേരളത്തിൽ ശക്തമായി നിലനിന്നിരുന്നു എന്ന കാര്യമാണ് ഈ പുസ്തകത്തിലെ ഈ അധ്യായത്തിൽ ഞാൻ വ്യക്തമാക്കുന്നത്. ഉം. ബ്രാഹ്മണീയമായിട്ടുള്ള ആരാധനാ രീതി പിന്തുടർന്ന ക്ഷേത്രങ്ങളെപ്പറ്റി, ഓരോ ക്ഷേത്രങ്ങളെപ്പറ്റിയും ക്ഷേത്രങ്ങളെ പൊതുവിലും വിശദീകരിച്ചുകൊണ്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, അതിപ്പോ എൻ്റെ പുസ്തകമായതുകൊണ്ട് മാത്രം പറയല്ല, ഒന്ന് കീഴാള വിഭാഗങ്ങളുടെ ആരാധനാ രീതികളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു ഭാഗം ഇതിനകത്തുണ്ട്. അതിൽ ഒരു കാവിൽ പോയതാണല്ലോ അതെ, വലിയ കൊടുങ്ങല്ലൂർ. നിലക്ക് പിന്നെ സംഘപരിവാറിന്റെ ദൃശ്യമാധ്യമം വലിയ വാർത്ത എന്ന് പറയുന്നത് കാവുകളുടെ കാവാണ്. ഉം. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വടക്കൻ കേരളത്തിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഉം. ഈ കോമരങ്ങളായിട്ട് അവിടത്തേക്ക് പോകും. അത് കാൽനടയായിട്ട് പിന്നെ പോകുന്നവരാണ് ഏറെയും. ഉം. ഇത് വടക്കൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തെക്കൻ കേരളത്തിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് ഒട്ടേറെ പിന്നെ ഭക്തന്മാര് പോകുന്ന അവസ്ഥയുണ്ട്. ഉം. അപ്പോ ആ കൊടുങ്ങല്ലൂർ കാവിനെ കുറിച്ച്, കാവുകളുടെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ കാവിനെ കുറിച്ച്, ബ്രാഹ്മണേതരമായിട്ടുള്ള ആരാധനാ രീതികൾ പിന്തുടരുന്ന കാവുകളെ സംബന്ധിച്ച് ഞാൻ കേരളത്തിലെ പല ജില്ലകളിലും പോയി പരിശോധിച്ചിട്ടുണ്ട്, ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ ആ പറയുന്ന എല്ലാ ഫീൽഡ് കാവുകളിലും സ്റ്റഡി പോയിട്ടുണ്ടോ? നടത്തിയതിനെ തുടർന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാവുകളിലും എല്ലാ പോകാൻ പറ്റിയോ? കാവുകളിലും പോയിട്ടില്ല. ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നത് ഉം. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ വേണമെന്നാണ്. അതെ. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അത് പൂർത്തിയാക്കാൻ വേണ്ടി ഗവേഷണ തൽപരരായിട്ടുള്ള ആളുകളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്, അത് ഉപദേശിക്കുകയാണ്, അവരെ ഉപദേശിക്കുകയാണ്. പക്ഷെ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഉം. ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലെ വേങ്കമല എന്ന് പറയുന്ന ഒരു ആരാധനാലയമുണ്ട്. ഉം. അവിടെ സമർപ്പിക്കുന്നത് വെറ്റില, അടക്ക, പണ്ടത്തെ മുറുക്കാനുണ്ടല്ലോ, ആ വെറ്റില, അടക്ക ഇതൊക്കെ സമർപ്പിക്കുകയാണ്. ചൂരല് സമർപ്പിക്കുകയാണ്. ഉം. അവിടെ ഈ കള്ളുണ്ട്, മദ്യമുണ്ട്, മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഉം. ഇങ്ങനെയുള്ള മൂർത്തികൾ, അതാണ് വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളല്ലാതെ ഈ മൂർത്തികളെ ആരാധിക്കുന്ന ഒരു ആരാധന രീതി കീഴാള വിഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. അത് സംബന്ധിച്ച് മുമ്പ് കണ്ണൂരിലെ പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഞാനന്ന് ഡയറക്ടറായിരുന്നു. ആ ഡയറക്ടറായിരുന്ന അവസരത്തിൽ അന്നൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ എഡിറ്ററായിട്ടുള്ള ഒരു പുസ്തകം ചിന്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ചിന്ത പബ്ലിഷേഴ്സ്. അത് പിന്നെ ഇതാണ്, അതായത് പിന്നെ ഉത്തര മലബാർ ഈ പിന്നെ ഈ ക്ഷേത്ര ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളും സമകാലീന പ്രവണതകളും എന്നുള്ള ഒരു പുസ്തകം. അത് ഞാൻ ഒറ്റക്ക് നടത്തിയിട്ടുള്ള ഒരു ഫീൽഡ് സ്റ്റഡിയല്ല. ഒട്ടേറെ ആളുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടത്തിയിട്ടുള്ള പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിൽ ഈ തെയ്യക്കാവുകളുടെ പാരമ്പര്യം, അപ്പൊ തെയ്യങ്ങളിൽ യഥാർത്ഥത്തിൽ മുക്രി തെയ്യമുണ്ട്. മുക്രി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ തെയ്യമായി കെട്ടി ആരാധിക്കുക, മുക്രി തെയ്യം. അങ്ങനെ ആലിച്ചാമുണ്ടി, അങ്ങനെയാണ് ആലിച്ചാമുണ്ടി. ആലി എന്ന് പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയാണല്ലോ. അപ്പോൾ ഈ തരത്തിൽ ഉൾക്കൊള്ളലിൻ്റെതായിട്ടുള്ള ഒരു രീതി അവലംബിച്ചുകൊണ്ടുള്ള ആരാധനാ രീതികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ മുസ്ലിം വനിതകളെ സംബന്ധിച്ച് ആ വനിതകൾ പിന്നെ ആരാധനാമൂർത്തികളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് കൗതുകരമായിട്ടുള്ള ഒരു മേഖലയാണ്, കൗതുകരമായിട്ടൊരു പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോ
ഈ മാധവജി എഴുതിയിട്ടുള്ള ചൈതന്യ രഹസ്യം എന്ന ഗ്രന്ഥത്തിൽ ഈ ബ്രാഹ്മണീയമായിട്ടുള്ള ആരാധനാലയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംഘടന ഉണ്ടാക്കണം എന്നാണ് അവർ തീരുമാനിച്ചത്. അതൊരു ഇടപെടലാണ്. അതായത് ആരാധന നിർത്തിപ്പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ അത് പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ബ്രാഹ്മണേതരമായിട്ടുള്ള ആരാധന രീതികൾ കേരളത്തിൽ ഉണ്ട്. അത് ഉത്തരമലബാറിൽ മാത്രമല്ല, അത് തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നീ ഗ്രന്ഥത്തിലൂടെ ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് ഞാൻ ജനങ്ങളോട് വായനക്കാരോട് പറയുന്നുണ്ട്. അതൊരു കൂടുതൽ പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് RSS ശ്രമിക്കുന്നത് ഈ കാവുകളെയും മടപ്പരകളെയും അടക്കം ഈ ക്ഷേത്രവൽക്കരിക്കാനാണ്. ഇപ്പൊ മുത്തപ്പന്റെ ഐതിഹ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ തലശ്ശേരി താലൂക്കിലുള്ള ചില പഴയകാല പോരാളികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഐതിഹ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പോ ആ മുത്തപ്പൻ മടപ്പരയാണ്, മടയന്റെ പുരയാണ് മടപ്പുര എന്ന് പറയുന്നത്. മടയൻ എന്ന് പറഞ്ഞാൽ ഈ തെയ്യത്തിന്റെ ഒരു കോമരമായിട്ട് തെയ്യത്തിന്റെ സഹായിയായിട്ട് നിൽക്കുന്ന ആളാണ് മടപ്പുര. അപ്പൊ മടയന്റെ പുരയാണ് മടപ്പുര. ഇതിനെ ക്ഷേത്രവൽക്കരിക്കുക, അത് ബോർഡുകൾ, മടപ്പുര ക്ഷേത്രം, ആ കാവ് എന്ന് പറയുന്നത് അത് ക്ഷേത്രമായിട്ട് ബോർഡ് വെക്കുക. ഇതൊക്കെ ഈ ഹൈന്ദവവൽക്കരിക്കുന്നതിന് ബ്രാഹ്മണവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ അറിഞ്ഞും അറിയാതെയുമുള്ള പ്രയോഗമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും കൂടുതൽ പഠനം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോ എല്ലാറ്റിനെയും ക്ഷേത്രവൽക്കരിക്കുക. അതെ, ഈ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട പഠനം തന്നെയാണ് അത്. ശരിക്കും ഈ കാവുകളും കീഴാള ക്ഷേത്രങ്ങളും അതിലൊരു പഠനം കുറെ ആളുകൾക്ക് ഒരു സ്പേസ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്താം, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അല്ലേ. ഞാൻ ഇതിലൊരു രസമുള്ളൊരു കാര്യം, ഞാനൊരു ചെറിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെ മലബാറിലൊക്കെ ആണെങ്കിൽ തെയ്യം, കോമരം ഇങ്ങനത്തെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഉത്സവങ്ങൾക്ക് ഇതിനൊക്കെ പോകുന്നുണ്ടാവുമല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും തെയ്യോ കോമരോ ഒക്കെ ജയരാജേട്ടന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തന്നെ ചെറുപ്പത്തിൽ മുത്തപ്പന്റെ പരികർമ്മി ആയിരുന്നല്ലോ. എന്റെ തറവാട്ടില് മുത്തപ്പനുണ്ട്. എന്റെ P. ജയരാജൻ എന്ന് പറയുന്നത് പാറായി ആണ്. അപ്പൊ പാറായി മടപ്പരയുണ്ട്. എന്റെ തറവാട്ടിലെ ഒരു ഈ തെയ്യങ്ങൾ നടത്തുന്ന ഒരു മടപ്പരയും കാവുമാണ്. മടപ്പരയുണ്ട്, കാവുമുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, ഗുളികനുണ്ട്, കണ്ടകർണനുണ്ട്, അങ്ങനെ വസൂരിമാല. അതാണ് കൊടുങ്ങല്ലൂർ കാവിൽ പോയപ്പോ അവിടെ ഒരു മൂർത്തി വസൂരമാലയാണ്. ആ വസൂരിമാലയുടെ തെയ്യം കെട്ടുന്നുണ്ട് എൻ്റെ തറവാട്ട് ക്ഷേത്രത്തിൽ. അവിടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഞാൻ പോകും. നാട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായി പോയിരിക്കും. എന്തിനാ ഞാൻ പോകുന്നത്? അവിടെ ആരാധന നടത്താനല്ല, പിന്നെയോ എൻ്റെ കുടുംബക്കാരെ കാണാനുള്ള അവസരമാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും എനിക്ക് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടല്ലോ, ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലക്ക്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സ്ഥാനമുണ്ടല്ലോ. അപ്പൊ എല്ലാ ഉത്സവങ്ങളുടെ സമയത്തും അവിടെ പോകും, നാട്ടുകാരെ കാണും. അതുപോലെ തന്നെ തെയ്യം, അതിന്റെ നൃത്തമുണ്ടല്ലോ, തെയ്യാട്ടമുണ്ടല്ലോ, അത് കളിയാട്ടം എന്നാ ചില സ്ഥലത്ത് പറയാ. ആ കളിയാട്ടം വളരെ കൗതുകരമായിട്ടുള്ള നൃത്തമാണല്ലോ. അപ്പൊ അത് ഞാൻ കാണും. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെയും കാണും. ഈ കഴിഞ്ഞ ഉത്സവകാലത്ത് ഈ ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ് അണ്ടലൂർ കാവ്. സുനിത കേട്ടിട്ടുണ്ടാവും അറിയില്ല. അണ്ടലൂർ കാവ്, അണ്ടലൂർ എന്ന് വെച്ചാൽ ദൈവത്താറാണ്, തെയ്യമാണ്. അപ്പോ ഞാൻ പോയപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്ഷേത്ര ഊരാളന്മാർ എന്നെ സ്വീകരിച്ചു. അവര് പറഞ്ഞു, നമുക്ക് ദൈവത്താറ് അവിടെയുണ്ട്, ദൈവത്താറെ കാണാം. അപ്പൊ ദൈവത്താറെ പോയി കണ്ടു. ദൈവത്താറ് ഈ മറ്റ് തെയ്യങ്ങളൊക്കെ അരുളി ചെയ്യും. ഗുണം വരണേ എന്ന് പറഞ്ഞിട്ട് അരുളി ചെയ്യും. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാം, തെയ്യത്തോട് പറയാം. മനുഷ്യൻ തന്നെ തെയ്യമായിട്ട് മാറുകയാണല്ലോ, മനുഷ്യൻ തന്നെ ദൈവമായിട്ട് മാറുകയാണല്ലോ തെയ്യങ്ങളിലൂടെ കാണുന്നത്. അപ്പോ പ്രത്യക്ഷപ്പെട്ട ഈ ദൈവങ്ങളോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം. ഓരോരുത്തരും സങ്കടങ്ങൾ പറയും. അപ്പൊ അതിന് പരിഹാരമുണ്ടാവും എന്ന് ആശ്വസിപ്പിക്കും. ഒരു മനഃശാസ്ത്രപരമായിട്ടൊരു ഇടപെടൽ കൂടിയാണ് തെയ്യങ്ങൾ നടത്തുന്നത്. കഷ്ടപ്പെടുന്നവന്റെ മനസ്സിൽ, ദുരിതം അനുഭവിക്കുന്നതിന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു കിരണം എത്തിക്കാൻ വേണ്ടി തെയ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ദൈവത്താറിന്റെ അടുക്ക ഇവരൊക്കെ പോയപ്പോ മറ്റ് ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് മുൻഗണന കിട്ടി. അപ്പോ തെയ്യം ഈ കെട്ടുന്ന ആളുണ്ടല്ലോ,
കലാകാരൻ, തെയ്യം കലാകാരനുണ്ടല്ലോ, ഉം. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും എന്നെ കണ്ടാൽ തിരിച്ചറിയും, കാരണം നമ്മുടെ ഉം. നാട്ടുകാരനാണ്. ഉം. അപ്പൊ അദ്ദേഹം തെയ്യം എന്ന നിലയ്ക്ക് എന്നെ അനുഗ്രഹിച്ചു. ഉം. അപ്പൊ അതാരോ ഫോട്ടോ എടുത്തു, പക്ഷെ പത്രത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രം. എന്താ കഴിഞ്ഞ പറഞ്ഞെന്ന് കൂടെ എന്റെ പറയോ? നാട്ടില് അപ്പൊ എന്താ ഈ അരുളി ചെയ്തത്? തെയ്യക്കാവിൽ ഞാൻ എന്തെങ്കിലും പോയി. ഒരു അരുളപ്പാടുണ്ടാവില്ല അതിന്റെ കൂടെ? എന്താ പറഞ്ഞേ? ഇല്ല, ദൈവത്താറ് പിന്നെ ശബ്ദിക്കില്ല. ദൈവത്താറ് ഉം. വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കില്ല. അതേസമയം അവരുടെ കയ്യിലുള്ള ഒരു ഇതുണ്ട്, അത് ഉപയോഗിച്ച് ഇങ്ങനെ പിന്നെ അനുഗ്രഹിക്കുന്ന ഉം. ഒരു ഉം. ആംഗ്യം കാണിക്കുകയാണ് ചെയ്യുക. ആ, ശരി. മറ്റ് സംസാരിക്കില്ല ദൈവത്താറ്. പക്ഷെ കോമൺ അതേസമയം ഒക്കെ മറ്റു ആണെങ്കിലൊക്കെ തെയ്യങ്ങൾ അങ്ങനെയല്ല. മറ്റു തെയ്യങ്ങൾ സംസാരിക്കും. മറ്റു തെയ്യങ്ങൾ സംസാരിക്കും. ശരി. അരുളപ്പാടുണ്ടാവും. ഓ, അപ്പൊ അങ്ങനെ അപ്പൊ രസകരമായ അത് എന്തെങ്കിലും അരുളപ്പാട് ഉത്സവ ഉണ്ടായോന്ന് സ്ഥലത്തല്ലേ ഞാൻ ചോദിച്ചാ. പോവാറുണ്ട്. അരുളപ്പാടുണ്ടായ എന്തെങ്കിലും സംഭവം എന്തായാലും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എനിക്ക് ഉറപ്പാ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊരു മാർക്സിസ്റ്റ് ലെൻസിലൂടെയാണല്ലോ ഇപ്പൊ ഈ സനാതന ധർമ്മത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് എന്തെങ്കിലും ഒരു പരിഹാരം എന്താണ്? ലോകമെമ്പാടുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോ എന്താണ് ഹിന്ദുത്വ ഈ ഗ്രാൻഡ് പ്രോജക്റ്റിനെ തടയാൻ കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും എന്തെങ്കിലും വഴിയുണ്ടോ? ലോങ് ടേം, ഷോർട്ട് ടേം പദ്ധതികൾ എന്താണ്? നമുക്ക് എങ്ങനെയാ ഇതിനെ തടയാൻ പറ്റുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാര് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതത്തോടുള്ള നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെയാണ് സുനിത ഇന്നലെ ചോദിച്ച കൈക്കൊള്ളുന്ന നല്ല നിലപാടുകളെ നമുക്ക് അംഗീകരിക്കാം. അതേസമയം മതപൗരോഹിത്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാര് നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദ പ്രചരണം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നൊക്കെ വ്യാഖ്യാനിക്കുക. നിരീശ്വരവാദ പ്രസ്ഥാനമായിട്ട് മുദ്രയടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെ മതപൗരോഹിത്യം കേരളത്തിന്റെ സാഹചര്യത്തിലും നടത്തിയിട്ടുണ്ട് എന്നത് നിരവധി തെളിവുകളുണ്ട്. ഇവിടെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ലോകത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരീശ്വരവാദ പ്രചരണം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. 1882 അതായത് അന്ന് ഇന്ന് മാർസൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് 1882 വിപ്ലവത്തിനുള്ള അജണ്ടയെ സംബന്ധിച്ച്, കാര്യപരിപാടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ബക്കുനിൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണലിലെ ഒരു നേതാവുണ്ട്. ഒന്നാം ഇന്റർനാഷണലിന്റെ നേതാവ് ബക്കുനിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബക്കുനിൻ ഒരു കാര്യപരിപാടി, വിപ്ലവത്തിനുള്ള കാര്യപരിപാടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് നിരീശ്വരവാദം പ്രചരിപ്പിക്കുക, രണ്ടാമത്തത് പിന്നെ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കുക, മൂന്നാമത്തത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിക്കുക എന്നതാണ്. ഇതിനെ മാർക്സ് ചോദ്യം ചെയ്തു. മാർക്സ് പറഞ്ഞു, ഇത് പാവപ്പെട്ട ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിലാണ് ഇടപെടേണ്ടത്, വർഗസമരമാണ് നടത്തേണ്ടത്. അപ്പോ ആ വർഗസമരം നടത്തേണ്ട കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ അകറ്റുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ബക്കുനിൻ സ്വീകരിക്കുന്നത്. ഇത് അരാജകവാദമാണ്, അംഗീകരിക്കാൻ പറ്റില്ല. ഈ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് പിന്നെ സോഷ്യലിസം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ അവിടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചല്ലോ. ഇപ്പോഴും സോഷ്യലിസം നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ക്യൂബ. ആ ക്യൂബയിലെ സോഷ്യലിസ്റ്റ് സ്ഥാപകനായിട്ടുള്ള രാഷ്ട്ര നേതാവായിട്ടുള്ള ഫിഡൽ കാസ്ട്രോ ഒരു അഭിമുഖ സംഭാഷണത്തിൽ മതത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഫ്രൈ ബെറ്റോ നടത്തിയിട്ടുള്ളൊരു അഭിമുഖ സംഭാഷണം ഇപ്പോൾ മതത്തെപ്പറ്റി എന്ന പേരിൽ പിന്നെ ചിന്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മതത്തെപ്പറ്റി അതിൽ ഒട്ടേറെ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ സത്തയാണ് അതിനകത്ത് ഈ ഫ്രൈ ബെറ്റോവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം മതത്തെപ്പറ്റി എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഫിഡൽ കാസ്ട്രോ പറയുന്ന കാര്യമുണ്ട്, ക്യൂബയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ഈ രാജ്യത്തിലെ മതവിശ്വാസികളെ തങ്ങൾക്കെതിരാക്കിയിട്ട് മാറ്റുന്നു എന്ന തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തി ഫിഡൽ കാസ്ട്രോ പറയുന്നത്, ഞങ്ങള് ആ സാമ്രാജ്യത്വത്തിന്റെ അട്ടിമറിക്കാർക്ക് സഹായകരമായ നിലയിൽ വിശ്വാസികളെ അവരുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള എല്ലാ നീക്കത്തെയും ഞങ്ങൾ ചെറുത്ത് പരാജയപ്പെടുത്തും. ഇവിടെ മതവിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. മതത്തിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തലല്ല സോഷ്യലിസത്തിന്റെ കടമ എന്ന് കൃത്യമായി പറയുന്നുണ്ട്.
അപ്പോ മതവിശ്വാസ സ്വാതന്ത്ര്യം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഹിന്ദുത്വക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആശയപരമായ സമരങ്ങളും മാത്രം മതിയോ, അതോ നമ്മള് അംബേദ്കറിന്റെയും ഒക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ പോലെ ഒരു സാമൂഹിക സാംസ്കാരിക ബദല് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോ ശ്രീനാരായണ ഗുരു, അംബേദ്കർ, പെരിയാർ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒരു പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇടതു പാർട്ടികൾ ആ രീതിയിൽ കൂടി ഈ വിഷയത്തെ സമീപിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ മാർക്സിസ്റ്റ് ലെനിനിസം തന്നെ മാത്രമാണെന്നാണോ? അല്ലല്ല, തീർച്ചയായിട്ടും അംബേദ്കറുടെ ചിന്തകളെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം. അംബേദ്കറിസ്റ്റുകളുണ്ട്, ഇപ്പോ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംബേദ്കറിസ്റ്റുകളുണ്ട്. അപ്പോ അംബേദ്കറും ഇവിടെ ഈ എൻ്റെ പുസ്തകത്തിൽ ഈ അംബേദ്കറും സനാതന ധർമ്മവും എന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിനകത്ത് അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം, അത് സുനിത പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ജാതി എന്ന സമ്പർക്കവും അതിന്റെ പ്രയോഗവും, അപ്പോ ജാതിയെ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടുള്ളത്, വർഗത്തിന്റെ ജാതിയെ വേണ്ടത്ര കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാര് വർഗത്തെ മാത്രമേ കണ്ടുള്ളൂ എന്നതാണ്. പക്ഷേ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാര് CPIM അതിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിലെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോ സ്വത്ത് പ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടണം. ജാതീയമായ സ്വത്ത് പ്രശ്നങ്ങളാണ്. അപ്പൊ വർഗ പ്രശ്നങ്ങൾ മാത്രമല്ല, സ്വത്ത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യണം. അതേസമയം ആ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയം അതിനെ നമ്മൾ എതിർക്കണം. ഇതിനകത്ത് അവസാനമായി പറഞ്ഞിട്ടുള്ളത്, അംബേദ്കർക്ക് ശേഷമുള്ള ദലിത് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തെ ആനന്ദ് തെൽത്തുംദെ അടക്കമുള്ളവർ വിമർശനപരമായി പരിശോധിക്കുന്നുണ്ട്. ദലിതർക്കിടയിലെ സ്ഥാപിതാൽപര്യക്കാർ അംബേദ്കറെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രുവായി പ്രതിഷ്ഠിച്ചെന്നും വിദ്യാസമ്പന്നരായ ദലിത് മധ്യവർഗത്തിന് മാർക്സിസത്തോടുള്ള വിരോധം പ്രഹസനപരമായ തലത്തിൽ എത്തിയിരിക്കുന്നു എന്നും ഈ ആനന്ദ് തെൽത്തുംദെ വിലയിരുത്തുന്നുണ്ട്. ഇത് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. അത് അംബേദ്കർ ഈ സനാതന ധർമ്മത്തിനെതിരായിട്ട് പ്രത്യക്ഷമായിട്ട് തന്നെ പൊരുതിയിട്ടുള്ള ആളാണല്ലോ. ആ സനാതന ധർമ്മത്തിന്റെ പ്രയോഗം ജാതി നിർമൂലനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ ആ തരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജാതി നിർമൂലനം, ജാതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ജാതി എന്ന സമ്പർക്കത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ തൊട്ടുകൂടായ്മ, തമിഴ്നാട്ടിലും മറ്റും ഈ അൺടച്ചബിലിറ്റിക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെ CPIM നേതൃത്വം കൊടുത്ത് നടത്തുന്നുണ്ട്. ഇതാണ് ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതി മതിലുകൾ പൊളിക്കാനുള്ള ശ്രമങ്ങൾ, അതിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുന്നത്. ദലിതരുടെ പ്രശ്നമാണത്. കേരളത്തെ സംബന്ധിച്ചും അത് വളരെ പ്രധാനമാണ്. ദലിത് പിന്നെ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിത മൂർത്തമായ സ്വത്ത് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും പൊതുവേദി ഉണ്ടാക്കിയ പാർട്ടിയാണ് CPIM. അപ്പൊ അതുകൊണ്ട് വർഗപ്രശ്നങ്ങളെയും ജാതി പ്രശ്നങ്ങളെയും കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പുനർവായനയുടെ പ്രസക്തി പറഞ്ഞ പോലെ തന്നെ അംബേദ്കറിന്റെ ഒരു പുനർവായന അത്യാവശ്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും അംബേദ്കറുടേത് വായിക്കണം, അതുപോലെ തന്നെ അയ്യങ്കാളിയുടേത് വായിക്കണം. ചട്ടമ്പി സ്വാമികള് ചട്ടമ്പി സ്വാമികള് എല്ലാ അറിവുകളുടെയും കേദാരമാണ് വേദങ്ങൾ. ആ വേദങ്ങൾ ഈ ദ്വിജന്മാർക്ക് മാത്രമേ വായിക്കാനും പഠിക്കാനും പറ്റൂ. അല്ലാത്തവര് വേദം വായിക്കുന്നത് കേട്ടാൽ പോലും ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം സനാതന ധർമ്മവാദികൾ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വേദാധികാര നിരൂപണം എന്നുള്ള ഗ്രന്ഥം ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുണ്ട്. പ്രാചീന മലയാളം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതായത് ഈ കേരളത്തിന്റെ പിറവി എങ്ങനെയാണ് എന്നത് ഒരു കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി പെട്ടെന്ന് പറയുന്നത് എന്താ? പരശുരാമ കേരളം. ഇത് RSS ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളമാണ്. ഭാർഗവ കേരളം, പരശുരാമ സൃഷ്ടിയോടുകൂടിയാണ് കേരളം ഉണ്ടായത്. അതിനെ ചട്ടമ്പി സ്വാമികൾ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പ്രാചീന കേരളം. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ കേട്ടറിവാണ്, കേട്ടറിവിന് പ്രാമാണ്യമില്ല, അതിന് തെളിവില്ല എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ചട്ടമ്പി സ്വാമികളും ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഇടപെട്ടതുപോലെ പ്രായോഗികമായിട്ടുള്ള
രീതിയിൽ ചട്ടമ്പി സ്വാമികൾ ഇടപെട്ടില്ലെങ്കിലും ദാർശനിക തലത്തിൽ അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ അല്ലെങ്കിൽ സനാതനികളുടെ എല്ലാ വാദങ്ങളെയും അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഈ ക്രിസ്തുമത ഖണ്ഡനം ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സനാതന ധർമ്മവാദികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടുകൾ, അവരുടെ അവകാശവാദങ്ങളെ പൊളിച്ചടക്കുന്ന നിലപാടുകൾ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അയ്യങ്കാളി വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാഗ്ഭടാനന്ദന്റെ നാട്ടുകാരൻ കൂടിയാണ്. അപ്പോ ആ വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതിയിൽ അവസാന പേജുകളിലൊക്കെ സനാതന ഹിന്ദു എന്ന പ്രസിദ്ധീകരണത്തിൽ ഈ ജാതിയെ ന്യായീകരിച്ചുകൊണ്ട് ഐത്തോച്ചാടനത്തെ പരിഹസിച്ചുകൊണ്ടും പിന്നെ ലേഖനങ്ങൾ വന്നപ്പോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് നിരവധി ലേഖനങ്ങളാണ് വാഗ്ഭടാനന്ദൻ എഴുതിയിട്ടുള്ളത്. സനാതന ധർമ്മം എന്ന പേരിൽ നടപ്പാക്കപ്പെടുന്നത് അസമത്വമാണ്, ചൂഷണമാണ്, അടിച്ചമർത്തലാണ് എന്ന് വാഗ്ഭടാനന്ദനും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നവോത്ഥാന നായകന്മാരെയൊക്കെ ശ്രീനാരായണ ഗുരുവിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് പുനർവായന നടത്തണം എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ പുതിയ സമൂഹത്തിനകത്ത് സാംസ്കാരിക മേഖലയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഈ പഴയ കാലത്തേക്ക് പുനരുജ്ജീവനവാദമാണല്ലോ ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പുരോഗമന ശക്തികൾ ഈ നവോത്ഥാന നായകന്മാരെ ആരാധിക്കുന്ന ആളുകളെ അടക്കം അണിനിരത്തിക്കൊണ്ട് നല്ലൊരു പ്രതിരോധ നിര സൃഷ്ടിക്കണം എന്നതാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ. ഞാൻ ഇതില് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു ഈ ക്ലാസ് സ്ട്രഗിള്, ജാതി, ഫ്യൂഡൽ ഘടന എന്നിവയുമായിട്ടൊക്കെ എങ്ങനെയാണ് സനാതന ധർമ്മത്തെ കണക്ട് ചെയ്യുന്നു അംബേദ്കർ. അപ്പൊ അത് പക്ഷെ ആ ഉത്തരത്തിൽ പറഞ്ഞു തോന്നുന്നു. അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, അതായത് ഞാൻ പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്താണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, വാഗ്ഭടാനന്ദൻ അടക്കം, ബ്രഹ്മാനന്ദ സ്വാമി, ശിവയോഗലുണ്ട്, ഇവരൊക്കെ ഈ ജാതിയെ നിർമൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. പന്തിഭോജനം അതാണ്. അപ്പൊ അതില് ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മനുഷ്യാണാം മനുഷ്യത്വം യാതൃഗോത്വം ഗവാം യഥ. പശുവിന് പശുത്വം പോലെ മനുഷ്യനെ സംബന്ധിച്ച് ഒറ്റ ജാതിയുള്ളൂ, മനുഷ്യത്വം. അപ്പൊ ഈ നിലക്ക് ഈ നവോത്ഥാന ശക്തികൾ പരിശ്രമിച്ചത് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിക്കുക. മനുഷ്യത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പേരൂര് തൊഴിൽ ഈ മൂന്നും പൂരുമായത് കേൾക്കുക എന്നാണ്. ഒരു മനുഷ്യനെ ഒരു മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ നാം അന്വേഷിക്കുന്ന എന്താ? പേര്, ഊര്, തൊഴില്. അത് മൂന്നും അന്വേഷിച്ചാൽ ആണോ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ജാതി ഏതാണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. ഈ മഹത്തായ മാനവ ദർശനം അത് ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല, ലോകത്താകെ വ്യാപിപ്പിക്കേണ്ട ഒരു ദർശനമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. അപ്പോ ജാതിയെ അവസാനിപ്പിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മമണ്ഡലം ഈഴവ സമുദായമാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം തീയ സമുദായം. അതിന് നിഷേധിക്കപ്പെട്ട ആത്മീയ അവകാശങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദേവാലയങ്ങളെക്കാളും പ്രധാനം വിദ്യാലയമാണ്. വിദ്യാലയങ്ങളാണ് പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ. അപ്പോൾ നിങ്ങൾ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടൂ, ഭൗതികമായിട്ടുള്ള അറിവ് നേടൂ. തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. ആയുർവേദമൊക്കെ ഈ കൈത്തറി പഠിപ്പിക്കാൻ വേണ്ടി, നെയ്ത്ത് ജോലി പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിന്റെയും ആധുനികമായിട്ടുള്ള അറിവുകളുടെയും കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന സമുദായങ്ങളെ ഒക്കെ തന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അതിനെ ആ നിലക്ക് പുനർവായനക്ക് വിധേയമാക്കണം എന്നതാണ് ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മളുടെ കാലം ഇത്ര കഴിഞ്ഞു, ഇവിടെ ജാതി വിവേചനം അവസാനിച്ചില്ല. ഉന്നത വിദ്യാലയങ്ങളിൽ പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ജാതി വിവേചനം വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അഡ്രസ്സ് ഇപ്പോഴും ചെയ്യേണ്ടതില്ലേ? ഇവിടെ വലിയ ജാതി വിവേചനം നിലനിൽക്കുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും എന്നുള്ള. ഇപ്പൊ നിതിൻ രാജ് മരിച്ചത്, ഒരുപാട് സംഭവങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. അപ്പൊ നമ്മള് ജാതി ഇല്ല നിഷേധിക്കുന്നു എന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ കാര്യക്ഷമമായിട്ട് ഇടതുപക്ഷം അതിൽ ഇടപെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സുനിത, അതായത് ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ, അപ്പൊ കേരളീയ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ
അത് ശ്രീനാരായണ ഗുരു അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ജീവിച്ച കാലത്ത് നടത്തി. അത് അതോടുകൂടി അവസാനിച്ചു എന്നതല്ല ഞാൻ കണക്കാക്കുന്നത്. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. നിങ്ങൾ ഏതിന്റെ കൂടിയാണ്? ഓരോ മനുഷ്യനോടും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനോടും ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ ആരുടെ കൂടിയാണ്? നവോത്ഥാനത്തിന്റെ കൂടിയാണോ, അഥവാ പുനരുജ്ജീവനത്തിന്റെ കൂടിയാണോ, പുനരുത്ഥാനത്തിന്റെ കൂടിയാണോ? ഈ ചോദ്യം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കേണ്ടി വരും. അതിൽ നിഷ്പക്ഷതയുടെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു തുടർ പ്രക്രിയയാണ്. സുനിത ഇവിടെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരോട് വിയോജിക്കുന്ന മതനിരപേക്ഷവാദികളും ഒക്കെ യോജിച്ചുകൊണ്ട് നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനം തുടരണം. അതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് നവോത്ഥാനം ആരംഭിച്ചു, അത് ഇന്ന വർഷം അവസാനിച്ചു, അദ്ദേഹം നവോത്ഥാന നായകൻ ആ വർഷം അന്തരിച്ചു, അതുകൊണ്ട് അതോടുകൂടി നവോത്ഥാനം അവസാനിച്ചില്ല. നവോത്ഥാനം ഒരു തുടർ പ്രക്രിയയാണ്. നവോത്ഥാനത്തിന്റെ വിപരീത പദമാണ് പുനരുത്ഥാനം അഥവാ പുനരുജ്ജീവനം. അത് നിരന്തരമായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറെ കൂടി ശക്തമായി നടത്തണം. നവോത്ഥാനത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തമായി നടത്തണം എന്നതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ അത് കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും വേണം. നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് നടന്നത് ഇവിടെ നവകേരള ശില്പിയാണെന്ന് ആവാൻ ശ്രമിക്കുന്ന വി ഡി സതീശൻ വളരെ നിഷ്കളങ്കമായി, ഞാൻ എന്റെ അച്ഛന്റെ പേര് കൂട്ടി ഒരു സത്യപ്രതിജ്ഞ ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഭയങ്കര നിഷ്കളങ്കാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. പക്ഷെ നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം വടശ്ശേരി ദാമോദരൻ മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2 ദിവസത്തിൽ നിന്നാണ് നമ്മൾ ഈ ജാതിയെ കുറിച്ചും നവോത്ഥാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒളിച്ചു കടത്തലുകളും സാധ്യമാണ് ഇവിടെ. അപ്പൊ ഭരണാധികാരികൾ തന്നെ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ് സുനിത ഇവിടെ സൂചിപ്പിച്ചത്. അതായത് ഞാനും വി ഡി സതീശനും ഒക്കെ ഒരേ സമയത്ത് സഭയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, MLA-മാരായിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചില ചാനലുകളിലെ ചർച്ചകളിൽ ഞങ്ങൾ 2 വർഷത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്. അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹം മേനോനല്ല. ഇപ്പോ അദ്ദേഹത്തിന്, അതായത് UDF-ന് ഭൂരിപക്ഷം കിട്ടിയപ്പോ എല്ലാം പുറത്തേക്ക് വരികയാണല്ലോ. എന്ന് പറഞ്ഞാൽ ജാതി സ്വത്വബോധത്തെ ഉൽപ്പാദിപ്പിക്കുക, മതപരമായ സ്വത്വബോധത്തെ ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ കണ്ടത് എന്താ? ഇതിന്റെ തുടർച്ചയാണ്. ഈ മേനോൻ എന്ന് സമൂഹത്തെ അറിയിക്കുക, ഞാൻ മേനോനാണ് എന്ന് സമൂഹത്തെ അറിയിക്കുക എന്ന് മാത്രമല്ല, വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ UDF-ലെ കക്ഷികൾ തമ്മിൽ തർക്കം വന്നല്ലോ. ഓരോ മതവിഭാഗവും പരസ്പരം അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം സമൂഹത്തിന്റെ മുമ്പിൽ ഉയരേണ്ടതുണ്ട്. വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ഞാനിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുനരുജ്ജീവന ശക്തികൾക്ക് ആവേശം പകരുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ ഇപ്പോ UDF അധികാരത്തിൽ വന്നതോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര നിഷ്കളങ്കമായിട്ട് അങ്ങനെ പറയാം, നമ്മൾ ജാതിയില്ല മതമില്ല, ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ, നേരത്തെ പറഞ്ഞില്ല, ഒരാളുടെ പേരും അച്ഛന്റെ പേരും ചെയ്യുന്ന കുലത്തൊഴിൽ അല്ലെങ്കിൽ നാട് എവിടെയാന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ജാതി മനസ്സിലാക്കാവുന്ന അവസ്ഥയുണ്ട്. അതുപോലെ നമുക്ക് ഇതുപോലെ ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറയാം, എന്റെ അച്ഛന്റെ പേര് മാധവ മേനോൻ എന്നാണ്, എന്റെ അമ്മ ഇങ്ങനെയാണ്, കുഞ്ഞമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ ജാതി പ്രസരിപ്പിക്കാൻ കഴിയും. അപ്പോ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട് നമുക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാം. ഓക്കെ, അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ അച്ഛനെ ഓർമ്മിച്ചു എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ എത്രമാത്രം അത് പുറകോട്ടടിക്കുന്ന സംഭവങ്ങളാണെന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പോലും ഇല്ല ശരിക്കും സീരിയസ് ആയിട്ട്. തീർച്ചയായിട്ടും. അതായത് ഈ കേരളം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല, രാജ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തെയും ബാധിക്കും എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള അവസ്ഥ എന്താ എന്ന് പറഞ്ഞാൽ ജാതി സ്വത്വത്തെ ഉദ്ദീപിക്കുക, എന്നിട്ട് മതപരമായ ഒരു ഏകീകരണം നടപ്പാക്കുക. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതം എന്ന മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാതിയാണ് ഉണ്ടായിരുന്നത്, രാജ്യത്തും അത് തന്നെയായിരുന്നു അവസ്ഥ. കേരളത്തിൽ BJP വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏത്? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അപ്പൊ ആ ജാതി സ്വത്വത്തെ ഉദ്ദീപിപ്പിക്കുക, ഇതാണ് ജാതി നിർമൂലനമാണ് നവോത്ഥാന നായകന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ അതിനു പകരം ജാതി സ്വത്വത്തെ ഉദ്ദീപിപ്പിക്കുക, എന്നിട്ടോ അതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മതപരമായ സ്വത്വ രാഷ്ട്രീയം രൂപീകരിക്കുക. അതിനാണല്ലോ ഇപ്പം ഓൾ ഇന്ത്യ തലത്തിൽ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും
അത് കേരളത്തിൽ അനുരണനങ്ങൾ ഉണ്ടാക്കും, ചലനം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അത് ഒരു പ്രതികൂലമായിട്ടുള്ള മാറ്റമാണ്. ആ അനുരണനം പ്രതികൂലമാണ്. അപ്പൊ നമുക്ക് ഈ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തികളെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനത്തിന് വേണ്ടി ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരം നടത്തൽ മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഇടപെടൽ കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഇത് എന്നത് കാര്യമാണ് ഈ പുസ്തകത്തിൽ വായനക്കാരെ എല്ലാം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വത്ത് രാഷ്ട്രീയത്തെ ഒരു പക്ഷയും ഇല്ലാതെ, ഒരു ആശങ്കയ്ക്കിടമില്ലാതെ തള്ളിക്കളയുന്നത്? എന്തുകൊണ്ടാണ് സ്വത്ത് രാഷ്ട്രീയം വേണ്ട എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നത്? അതായത് ഇപ്പോ ഉത്തരാധുനികതയുടെ കാലമാണല്ലോ. ആ ഉത്തരാധുനികതയുടെ ഒരു സ്വഭാവ വിശേഷം സ്വത്വബോധം വളർത്തുക എന്നുള്ളതാണ്. അതായത് സാർവദേശീയമായിട്ടുള്ള വീക്ഷണത്തിന് പകരം സങ്കുചിതമായിട്ടുള്ള ആശയങ്ങൾക്ക് വിധേയമാവുന്ന ഒരു പുതിയ കാലമാണിത്. അതാണ് ലോകത്തൊട്ടാകെ വളർന്നു വരുന്ന കാര്യം എന്താ? സങ്കുചിതവാദ പ്രസ്ഥാനങ്ങൾ. അത് മതത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ. എന്തിനേറെ പറയുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നവനാസി പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് ഇക്കാലത്താണല്ലോ, 90-കൾക്ക് ശേഷം നവനാസി പ്രസ്ഥാനങ്ങൾ. അപ്പൊ സങ്കുചിതവാദ പ്രസ്ഥാനങ്ങൾ ലോകത്താകെ വളരുന്ന കാലത്ത് ഈ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുടെ രാഷ്ട്രീയം അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നത് BJP ആണ്. ആ സംഘപരിവാരമാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവര് ഈ നമ്മുടെ രാജ്യം ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞ സെക്യുലറിസം തന്നെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോ പ്രതികൂലവും പ്രതിലോമപരവുമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചേ മതിയാവും. മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്, ദളിത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്. ഒരു മനുഷ്യന്റെ സ്വത്തും അവരവർക്ക് പലപ്പോഴും പ്രധാനപ്പെട്ടതുമാണ്. സംഘപരിവാർ മാത്രമല്ലല്ലോ. അപ്പോ ചില സ്വത്വവാദങ്ങൾ, ഐഡന്റിറ്റി പൊളിറ്റിക്സുകൾ വേണ്ടതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. ഇപ്പൊ ദളിത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് അവർ പറയുന്നതിൽ അവരുടെ ഒരു, നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ജാതി ഇല്ലാതായിട്ടില്ല. അപ്പൊ അവർക്ക് ദളിത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് പറയേണ്ട സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അതല്ലേ റിയാലിറ്റി? അല്ല, ഐഡന്റിറ്റിയുടെ സ്വത്വത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയം, സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയം. ഇപ്പോ കേരളത്തിലെ ദളിത് ചിന്തകന്മാരിൽ പ്രമുഖനാണല്ലോ ഒരു കവിക്കാട്, സണ്ണി കവിക്കാട്. ആ സണ്ണി കവിക്കാട് ഇത്തവണ എന്താ ശ്രമിച്ചത്? തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പക്ഷം ചേർന്നു. എന്നിട്ട് ആ പക്ഷത്താണ് സുനിത നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അവസരത്തിൽ സതീശൻ മേനോനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. എന്നുവെച്ചാൽ ജാതി സ്വത്വത്തെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് അത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാവും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ജാതി സ്വത്വത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ജാതി സ്വത്വബോധം ഉണ്ട് സമൂഹത്തിൽ, യാതൊരു സംശയവുമില്ല. സ്വത്വ പ്രശ്നങ്ങളുമുണ്ട്. സ്വത്വബോധത്തെ പരിഗണിച്ച് സ്വത്വ പ്രശ്നങ്ങളിൽ ഇടപെടണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്വത്ത് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുത്താൽ അപകടകരമായിട്ടുള്ള തലത്തിലേക്ക് പോകും. അത് മതനിരപേക്ഷതയും ജനാധിപത്യവും അക്ഷരാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കടമയായിട്ട് മാറണം. അതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് സ്വത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ അതിൽ വേണ്ടത്ര എഫക്റ്റീവായിട്ട് ഇടതുപക്ഷത്തിന് ഇടപെടാൻ പറ്റുന്നുണ്ടോ? വീഴ്ചകൾ പറ്റുമ്പോഴാണോ സ്വത്വവാദ അല്ല, അത് പിന്നെ സ്വയം പരിശോധിച്ചാൽ എല്ലാറ്റിലും പോരായ്മയുണ്ടാവും. പക്ഷേ രാജ്യത്ത് ഈ സ്വത്വ രാഷ്ട്രീയം വളരുന്നതിന്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു. അത് രാജ്യത്തിലെ സംഘപരിവാർ ഈ ജാതി രാഷ്ട്രീയത്തെ മതരാഷ്ട്രീയത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു കുടക്കീഴിൽ, മതരാഷ്ട്രീയത്തിന്റെ കുടക്കീഴിൽ എല്ലാ ജാതി രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സ്വത്വ രാഷ്ട്രീയത്തെയും കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അത് വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്നത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഗൗരവമായിട്ട് ആത്മപരിശോധന നടത്തേണ്ട ഭാഗമാണ്. പക്ഷേ അവര് നടത്തുന്ന തീരുമാനം, അവര് നടപ്പാക്കപ്പെടുന്ന അവരുടെ തീരുമാനം, അതിനുവേണ്ടി നടത്തുന്ന യത്നങ്ങൾ, അതാണ് ഒന്നാം സ്ഥാനത്ത് നാം തിരിച്ചറിയേണ്ടത്.
ബുക്കിന്റെ അവതാരക എഴുതിയത് നമ്മുടെ സ്വാമി സന്ദീപാനന്ദഗിരിയാണ്. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കാറുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു, കൈലാസ യാത്രയിലൊക്കെ ജയരാജേട്ടന് പോരണം എന്നുണ്ടായിരുന്നു. കൈലാസ യാത്ര നടത്തിയോ? അല്ലെങ്കിൽ അത്തരം യാത്രകളോടൊക്കെ ഉള്ള ഒരു താല്പര്യം എന്താണ്? ആ കൈലാസവും ഉൾപ്പെടെയുള്ള എല്ലായിടത്തും പോകാൻ താല്പര്യമുണ്ട്. ഞാനിപ്പോ ഈ അജ്മീർ ദർഗ ഉണ്ടല്ലോ, രാജസ്ഥാനിലെ അജ്മീർ ദർഗ, MLA ആയ സമയത്ത് ആ അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഖുറാൻ പാരായണം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സുവർണ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അവിടെയും അവരുടെ പിന്നെ ഗ്രന്ഥങ്ങൾ അവർ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം. കൈലാസ യാത്ര അദ്ദേഹം പറഞ്ഞപ്പോ അന്നേരത്തെ എനിക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, പക്ഷേ നടന്നു കയറേണ്ട പിന്നെ സ്ഥലങ്ങളുണ്ട് അതിൽ. അപ്പൊ അത് കുറച്ച് പ്രശ്നമല്ലേ എന്ന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു. താല്പര്യമുള്ള വിഷയമാണ്. ഇതൊക്കെ ആരാധനാലയമായാലും ആരാധനാ രീതികളായാലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് നമുക്ക് എവിടെയും കടന്നു ചെല്ലണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോ കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക, അതാണ് ശരിയായിട്ടുള്ള രീതി. ഈ ഒരു പുസ്തകം ആളുകൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോ എന്തിനാണ് ഒരാള് ഈ പുസ്തകം എന്തിനു വായിക്കണം? എന്താ പ്രേക്ഷകരോട്, വായനക്കാരോട് പറയാനുള്ളത്? അതായത് ഞാൻ സമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വിധേയമാവാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അത് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വരുന്ന തെറ്റായ പ്രവണതകളെ പറ്റി മതവിശ്വാസികളെ നിങ്ങൾ ജാഗ്രതരാവണം, ജാഗ്രതയോടുകൂടിയിരിക്കണം. കാരണം അതിൻ്റെ അകത്ത് രാഷ്ട്രീയ ഇസ്ലാമുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട സത്യം എന്താന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടും രണ്ടാണ്. അതാണ് അതിലെ കാഴ്ചപ്പാട്. ഇവിടെ ഈ ധാർമ്മിക മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ ആ ധാർമ്മിക മൂല്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യബോധമുണ്ടല്ലോ, സമത്വത്തിന്റെ മൂല്യബോധം. നീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും നടപ്പാക്കേണ്ട ഒരു മൂല്യബോധമാണ്. ഞാൻ പിന്നെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച സംഘടനയുടെ പേര് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്നാണ്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാവുന്നതിന് മുമ്പ് രൂപീകരിച്ച സംഘടനയുടെ പേര് നീതിമാന്മാരുടെ ലീഗ് എന്നാണ്, നീതിനിഷ്ഠരുടെ ലീഗ്. അപ്പോ കമ്മ്യൂണിസത്തിന്റെ പ്രധാനപ്പെട്ട മൂല്യബോധം ആ പേരിൽ അടങ്ങിയിരിക്കുന്നു. നീതി, സമൂഹത്തിന് നീതി കൊടുക്കുക. അത് നിങ്ങൾ കുടുംബത്തിലായാലും നീതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കണം, സമൂഹത്തിലായാലും കമ്മ്യൂണിസ്റ്റുകാർ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ അത്തരമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയം ഇസ്ലാം എന്ന പുസ്തകം പിന്നെ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലുള്ളത് ഇത് സമൂഹം ചർച്ച ചെയ്യണം. ഇതിനകത്ത് നെല്ലും പതിരുമുണ്ട്, അത് തിരിച്ചറിയണം. ആ തിരിച്ചറിയതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയ സമരം കേരളത്തിൽ നടക്കണം. ഇപ്പോ 2024 ഡിസംബർ 31 പിന്നെ ശിവഗിരിയിൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ പ്രസംഗം നടന്നത്. സച്ചിദാനന്ദ സ്വാമി അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്, ആചാരങ്ങൾ മാറ്റണമെന്നാണ്. അതാണ് ഈ സനാതനത്വം പറയുന്ന ആളുകൾ, ആചാരങ്ങൾക്ക് സനാതനത്വം ഇല്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള ആചാരം മാറ്റണം എന്നാണ് അന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധമായിട്ട് സഖാവ് പിണറായി പറഞ്ഞിട്ടുള്ളത് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അത് വർണ്ണധർമ്മമാണ്, അത് വർണ്ണജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നടപ്പാക്കപ്പെട്ട അസമത്വത്തിന്റെ താത്വികമായിട്ടുള്ള അവതരണമാണ്, അതിനെ നമ്മൾ എതിർക്കണം എന്നതാണ് സഖാവ് പിണറായി പറഞ്ഞത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പുസ്തക രചനയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ നവോത്ഥാനവും പുനരുത്ഥാനവും തമ്മിൽ ഏറ്റുമുട്ടുന്ന നമ്മുടെ സമൂഹത്തിൽ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹം ഏറ്റെടുക്കണം. കമ്മ്യൂണിസ്റ്റുകാരൻ നിലക്കുള്ള എൻ്റെ പങ്ക് ഞാൻ നിർവഹിച്ചു. ഇനി നിങ്ങൾ ചർച്ച ചെയ്യൂ. ഞാനിപ്പോൾ ഇന്നലത്തെ പുസ്തക പ്രകാശന ചടങ്ങിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലായിടത്തും ചർച്ച ചെയ്യണമെന്നാണ്. അത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയം ഇസ്ലാം എന്ന പുസ്തകത്തിനും ഇപ്പോ പ്രസിദ്ധീകരിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിനും രണ്ടും ബാധകമായിട്ടുള്ള കാര്യം, ഇത് സമൂഹം ചർച്ച ചെയ്യപ്പെട്ടിട്ടെ, ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാലിക
വ്യക്തമായിട്ടുള്ള പ്രമേയമാണ് ഈ രണ്ട് പുസ്തകത്തിലും ഉള്ളത്. അത് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ് ഈ പുസ്തകം എഴുതുമ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഉം. എനിക്ക് പക്ഷേ ഈ സംസാരം തീരുമ്പോ എന്റെ തോന്നൽ എന്താ പറയുക, ഇപ്പൊ കള്ളനോട്ട് അടിക്കുന്ന ഒരാള് കള്ളനോട്ട് അടിക്കണമെങ്കിൽ അവർക്ക് ഗാന്ധിജീനെ അതിൽ വെച്ചേ മതിയാവുള്ളൂ. ഇപ്പൊ ഒരാൾ കള്ളനോട്ട് അടിക്കുമ്പോൾ അതിൽ ഗാന്ധിയെ വെച്ചു എന്നോർത്ത് നമ്മൾ ഗാന്ധിനെ തള്ളി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ തമ്മിൽ കൊള്ള മുതൽ പങ്കുവെക്കുമ്പോഴും അവര് പറയും നമ്മൾ പരസ്പരം സത്യസന്ധത കാണിക്കണം, ഇതിൽ നീതി വേണം, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ കള്ളന്മാരും കൊള്ളക്കാരും പറയും. ഇപ്പൊ സനാതന ധർമ്മത്തെ സംഘപരിവാർ ഒരു മതരാഷ്ട്രവാദത്തിനും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഈ സനാതന ധർമ്മത്തെ പൂർണ്ണമായി തള്ളിക്കളയേണ്ടതുണ്ടോ എന്നതാണ് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം. നമുക്ക് ഗാന്ധിജി പറഞ്ഞതുപോലെ ഗാന്ധിജി വർണ്ണാശ്രമത്തെ ഒഴിവാക്കിക്കൊണ്ട് അയിത്തത്തെയും അനാചാരത്തെയും ജാതി വ്യവസ്ഥയും ഒഴിവാക്കിക്കൊണ്ട് ഞാനൊരു സനാതന ഹിന്ദു ആണെന്ന് പറഞ്ഞ് ജീവിച്ചല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ നല്ല സന്യാസിമാരും നല്ല മനുഷ്യരും ഒക്കെ ഞാനും സനാതനം പിന്തുടരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ. ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന പോലെ ഈ സംഘികൾ പറയുന്ന സനാതന ധർമ്മവും അല്ലാത്തവര് പാലിക്കുന്ന സനാതന ധർമ്മവും തമ്മിൽ ശരിക്കും ബന്ധമില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ ഏതെങ്കിലും ഒരു സനാതന ധർമ്മം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന ചോദ്യമാണ് എന്റെ മനസ്സിൽ അവസാനമായിട്ട് വരുന്നത്. അതായത് എൻ്റെ പുസ്തകത്തിൽ വിമർശന വിധേയമായത് ലോക സമൂഹത്തിൽ നിലനിൽക്കുന്ന നല്ല മൂല്യങ്ങളെയല്ല, ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മം അത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവപ്പെട്ട സനാതന ധർമ്മ മൂല്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കിയതിന്റെ ചരിത്രമാണ് ഞാനിതിൽ പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മ മൂല്യങ്ങൾ പ്രയോഗവൽക്കരിക്കപ്പെട്ട എങ്ങനെയാണ്? ജാതി അടിമത്തം നടപ്പാക്കിക്കൊണ്ടാണ്, ജാതി അടിച്ചമർത്തൽ നടപ്പാക്കിക്കൊണ്ടാണ്. അതിന് നമ്മൾ ശക്തമായിട്ട് എതിർക്കണം. അതേസമയം മതം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കും അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന നീതിയുടെ മൂല്യബോധമുണ്ട്, അത് ആത്മീയവാദികൾക്കും അംഗീകരിക്കാം. സന്ദീപാനന്ദഗിരി ഇതിനകത്ത് പറയുന്ന ആ അവതാരികയിൽ പറഞ്ഞ കാര്യം സുനിത ശ്രദ്ധിച്ചല്ലോ. അതായത് നമുക്ക് യോജിക്കേണ്ട തലമുണ്ട് എന്നതാണ് സന്ദീപാനന്ദഗിരി പറഞ്ഞിട്ടുള്ളത്. ആ ആശയത്തോട് ഞാൻ യോജിക്കുകയാണ്. അതെ, അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിൽ കുറച്ചൊക്കെ യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു തലം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് അല്ലേ ഇതിൽ പറയുന്നത്. തീർച്ചയായിട്ടും പരിശോധിക്കുക മാത്രമല്ല, പ്രയോഗത്തിൽ വരുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വളരെ നന്ദി. അപ്പോ അങ്ങ് പറഞ്ഞു ഈ പുസ്തകം വലിയ ചർച്ചയാവണമെന്ന്. ആ ചർച്ച ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഒരുപാട് ചർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് വായിക്കപ്പെടട്ടെ. എന്തായാലും ഇത് ആവശ്യമുള്ളൊരു ചർച്ച തന്നെയാണ്. ഇപ്പൊ എന്റെ സംശയം പോലെ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും, അതിൽ നിന്ന് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവും. കാവുകളെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ പഠനങ്ങളും ആളുകൾ അങ്ങോട്ട് യാത്ര പോവുകയൊക്കെ ചെയ്യട്ടെ അല്ലെ. ഇപ്പോ സഖാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ പോയി എന്നുള്ളത് വലിയ വാർത്തയായി. അതുപോലെ എല്ലാ ആളുകളും ഈ സ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിക്കട്ടെ, നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ. ബ്രാഹ്മണ്യത്തിന്റെ തിരുശേഷിപ്പുകൾ മാത്രമല്ലല്ലോ നമ്മൾ പോയി കാണേണ്ടത്. തീർച്ചയായിട്ടും വളരെ നന്ദി ജയരാജേട്ടാ. തീർച്ചയായിട്ടും സുനിത ആണ് പല മാധ്യമ പ്രവർത്തകന്മാരും ഒക്കെ എന്നെ വിളിച്ചിരുന്നു, ഒരു അഭിമുഖം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഭാഗ്യമുണ്ടായത് സുനിതക്കാണ്. കാരണം പ്രകാശന കർമ്മം നിർവഹിച്ച ദിവസം തന്നെ രാത്രി നമ്മൾ ഈ പുസ്തകത്തെ പറ്റി സുനിതയുടെ നല്ല ചോദ്യങ്ങളാണ്, കോൺക്രീറ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിച്ചു. എന്നാൽ കഴിയുന്ന മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, രാത്രി തന്നെ കിട്ടിയോണ്ട് സമയ വ്യത്യാസം കൊണ്ട് കിട്ടിയ ഗുണം അത്. ഇപ്പൊ ഇന്ത്യയിൽ നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ, അവരിപ്പോ അപ്പോ അതെ ഇതിനെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. വിമർശനം വരട്ടെ, അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. വിമർശനങ്ങളും പോസിറ്റീവായി കാണുന്നു. ഇത് ചർച്ച ചെയ്യട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും അത് ഈ പുസ്തകത്തിലൂടെ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടാണോ ശരി, അതല്ല ഹിന്ദുത്വ സനാതനികൾ മുന്നോട്ട് വെക്കുന്ന വിഭജനത്തിന്റെ കാഴ്ചപ്പാടാണോ ശരി എന്നവർ പറയട്ടെ. അപ്പൊ സത്യസന്ധമായിട്ടുള്ള നിലയിൽ ഒരു വിമർശനപരമായിട്ടുള്ള നിലയിലുള്ള പരിശോധനയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് വരട്ടെ. കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ അത്തരം ശക്തികൾ ശ്രമിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഏതായാലും ഇത്തരമൊരു സംഭാഷണം 2 വർഷം കൊണ്ട് ഇറങ്ങിയല്ലോ അല്ലെ. ഓരോ വർഷം ഒന്ന് ന്യൂനപക്ഷ വർഗീയതക്കെതിരായും അടുത്തത് ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ഇറങ്ങി. അതെ തീർച്ചയായിട്ടും. അത് എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് വളരെയധികം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇത്തരമൊരു ചർച്ചക്ക് അവസരമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. സുനിത വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചു, എന്നാൽ കഴിയുന്ന മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്.